നമസ്കാരം, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഡിഗ്രി ലെവൽ എക്സാമുകളുടെ കഴിഞ്ഞ 2024 ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമുകൾ പരിശോധിച്ചാൽ നമുക്ക് ഈ ചോദ്യങ്ങൾ വന്ന ഉറവിടം ഒന്ന് പരിശോധിച്ചു നോക്കാം. അതായത് ഏത് ഉറവിടത്തിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. 2026 നിരവധി ഡിഗ്രി ലെവൽ എക്സാമുകളാണ് വരാനിരിക്കുക. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരാനിരിക്കുകയാണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരാനിരിക്കുകയാണ്, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് വരാനിരിക്കുകയാണ്, അങ്ങനെ നിരവധി എക്സൈസ് ഇൻസ്പെക്ടർ വരാനിരിക്കുകയാണ്, SBCID ഉണ്ട്. അപ്പം അങ്ങനെ പല പരീക്ഷകളുമുണ്ട്. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, സോഴ്സ് ഏതാണ് ഫോളോ ചെയ്യേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് PSC പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻസ് ഇടുന്നത് അല്ലെങ്കിൽ സോഴ്സസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളതാണ് ഇന്ന് പരിശോധിക്കാൻ പോകുക. അതിൻ്റെ ആദ്യത്തെ പാട്ടാണ്. ഇതിങ്ങനെ നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ ഒരു ഓഫർ, ഇൻഡിപെൻഡൻസ് ഡേയുടെ ഓഫർ നടക്കുകയാണ്. 15-ാം തീയതി ഇന്നുകൂടി മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത്. 20% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ബാച്ചിലർ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ആരെങ്കിലും ഇത് ഉപയോഗപ്പെടുത്താനുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്തുക. ഫ്രീഡം 20 എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സ്പേസ് ഇല്ലാതെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഡിഗ്രി ലെവൽ എക്സാമുകളുടെ സോഴ്സ് ഒന്ന് പരിശോധിച്ചാൽ അതിലെ ആ ഒരു ചോദ്യം, ഈ ഒരു ചോദ്യം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വ്യവസായവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി, സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ഇതാണ് ചോദ്യം. ഇത് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ചോദ്യമാണ്, അല്ലെ? ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ചോദ്യമാണ്, അതിൽ സംശയമില്ല. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കിട്ടും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, സുഭാഷ് ചന്ദ്രബോസ് എന്നും കിടപ്പുണ്ട്, ഇവിടെ മോത്തിലാൽ നെഹ്റു ഉണ്ട്, ഇവിടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊന്നും എന്ത് ചെയ്തേനെ, ഒന്ന് ഡൗട്ട് അടിച്ചു പോയേനെ. ഇതിൻ്റെ ഉത്തരം കുഴപ്പമൊന്നുമില്ല, സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഈ ചോദ്യം വന്നത് എവിടെ നിന്നാണ്? നമ്മുടെ റാങ്ക് ഫയലുകളിൽ പലതിലും ഈ ചോദ്യമുണ്ട്, സംശയമില്ല. പക്ഷേ ഈ ചോദ്യം വന്നതിൻ്റെ യഥാർത്ഥ ഉറവിടം എവിടെയാണ്? ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, അതായത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ നിന്നാണ് ചോദ്യം. ഞാൻ ഈ വെബ്സൈറ്റ് എടുക്കാൻ കാരണം, നമ്മുടെ ഒരു ചോദ്യമല്ല ഈ വെബ്സൈറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ പല ചോദ്യങ്ങളും ഇതേ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്ത്യൻ കൾച്ചർ www.indianculture.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ പരീക്ഷയ്ക്കും ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങളിലെ ഒരു ചോദ്യമാണ്, നോക്കിയേ. ദ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഒക്ടോബർ 1938. അപ്പം ഇനി ചോദ്യം വരികയാണ്, എന്താണ് ഈ പറയുന്ന നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്? അതിൻ്റെ വർഷം മാത്രമേ നമുക്കറിയൂ, 1938. മാസവും കിടപ്പുണ്ട്, ഒക്ടോബർ 1938, ബൈ സുഭാഷ് ചന്ദ്രബോസ്, who was then the president of Indian National Congress. ആ സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ് ഈ പറയുന്ന ഇന്ത്യൻ പ്ലാനിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ചെയർമാൻ അദ്ദേഹം ആയിരുന്നില്ല, സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നില്ല. ഇതിന്റെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു, അത് നമുക്കറിയാം. ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത് അന്നത്തെ INCയുടെ പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ്. ക്ലിയർ ആണ്, ഞാൻ പറയുന്ന കാര്യം വ്യക്തമാണല്ലോ. കിടപ്പുണ്ട്. ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് വാസ് ടു ഫോക്കസ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. എന്തായിരുന്നു ഫോക്കസ്? ഇൻഡസ്ട്രീസ്, ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റ് ആയിരുന്നു. നല്ലൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? ചോദ്യമായിട്ട് വരാം. ദ കമ്മിറ്റി വാസ് ചെയർഡ് ബൈ ജവഹർലാൽ നെഹ്റു ഫ്രം പ്രയാഗ്രാജ്. അദ്ദേഹം പ്രയാഗ്രാജിൽ നിന്നാണ്. അവിടെ നിന്നുള്ള ജവഹർലാൽ നെഹ്റു ആണ് ഇതിൻ്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി പോയിന്റുകളല്ലേ കിടക്കുന്നത്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് പോയിന്റുകൾ കിട്ടാൻ വെബ്സൈറ്റുകൾ, ഗവൺമെൻറ് വെബ്സൈറ്റുകൾ ഉപയോഗിക്കാം. ആ വെബ്സൈറ്റുകളിൽ നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതേ ഭാഗത്ത് തന്നെ ഇങ്ങനെയാണ് കിടക്കുക, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ഈ ഒരു വെബ്സൈറ്റ്, ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന വെബ്സൈറ്റ്, ആക്ച്വലി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡേറ്റകളുടെ ഒരു സ്വാംശീകരണമാണ്. ഒരുപാട് ഡേറ്റ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഒരുപാട് അർച്ചീവുകൾ, ഒരുപാട് ബുക്കുകൾ, ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഫാക്റ്റുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എക്സാമുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണത്. അതിൽ നിന്നുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് കിടക്കുന്നത് കണ്ടോ. സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. നോക്കിയേ,
നമ്മൾ ഈ ഒരു പാരഗ്രാഫാണ് മുമ്പേ കണ്ടത്. അത് തന്നെ താഴോട്ട് നോക്കുമ്പോൾ ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നത് ഓൺ ദ റെസൊല്യൂഷൻ പാസ്ഡ് ഡ്യൂറിംഗ് ദ കോൺഫറൻസ് ഓഫ് മിനിസ്ട്രീസ് ഓഫ് ഇൻഡസ്ട്രീസ്. കണ്ടോ, മിനിസ്ട്രീസ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തതിലൂടെയാണ് വന്നത്. ദെൻ ദ കോൺഫറൻസ് റെക്കഗ്നൈസ്ഡ് ദാസ് ഇൻഡസ്ട്രിയലൈസേഷൻ വാസ് ദ കീ ടു ഇന്ത്യാസ് ഇക്കോണമിക് റീജനറേഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ പുതിയതായിട്ട് ജനിക്കണമെങ്കിൽ, ഒരു പുതുജീവൻ ലഭിക്കണമെങ്കിൽ അവിടെ ഇൻഡസ്ട്രികൾ വളരണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി കൊണ്ടുവന്നത് എന്നവിടെ പറയുന്നുണ്ട്. ദെൻ പവേർട്ടി ഇറാഡിക്കേഷൻ, അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ കാരണമായിട്ടാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ പ്ലാനിംഗ് കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ടു അഡ്രസ് ദീസ് ഇഷ്യൂസ്. ഡ്യൂറിംഗ് ദ കോൺഫറൻസ് ഇറ്റ് വാസ് ഓൾസോ ഡിസൈഡഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ. കണ്ടോ, ഇപ്പം അതിൻ്റെ പേര് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി മാറി, പ്ലാനിംഗ് കമ്മീഷൻ മാറി, ഇപ്പം എന്തായിട്ട് മാറിയിട്ടുണ്ട്, നീതി ആയോഗ് എന്ന് പറയുന്ന ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ആണ് ചെയർ ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. ഇനി അവിടെ ഒരു പോയിന്റ് കണ്ടോ, ആൻഡ് ഇറ്റ് ഹാസ് 10 other members. 10 മെമ്പർമാർ ഇതിലുണ്ടായിരുന്നു. ആരൊക്കെയാ? എം വിശ്വേശ്വരയ്യ, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, മേഘ്നാഥ് സാഖ, അതേപോലെ തന്നെ നമ്മുടെ അംബാലാൽ സാരാഭായി തുടങ്ങിയ ആളുകളൊക്കെ എന്താണ് ഇതിലെ അംഗങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഹാഡ് 10 other members. 10 മറ്റു അംഗങ്ങൾ കൂടി ഇതിലുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ. അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റ് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാകുന്നുണ്ടോ? അതായത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. വെബ്സൈറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ ചോദ്യമായിട്ട് വരും. അപ്പോൾ അവിടെ നിന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ 1938 ഡിസംബർ മാസം 17-ാം തീയതിയാണ് ഈ കമ്മിറ്റിയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത്. അതെവിടെ വെച്ചാണ് നടന്നത്? ബോംബെയിൽ വെച്ചാൽ. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കയറി വരും കേട്ടോ. ഇനിയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ വെറുതെ ഉദാസീനത കളിച്ചു പോയിട്ട് കാര്യമില്ല. പഠിക്കുമ്പോൾ ആഴത്തിലേക്ക് ഇറങ്ങണം. കുറേ കൂടി പോയിന്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് കണ്ടോ, 17 ഡിസംബർ 1938 ബോംബെയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്. എന്ത് മനോഹരമായ പോയിന്റാണ്. ദെൻ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി അതിൻ്റെ ഒരുപാട് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ കമ്മിറ്റി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ ആസ്പെക്റ്റുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ആശയത്തിൽ നിന്ന് തന്നെ ഒരുപാട് പോയിന്റുകൾ നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ചോദ്യം ഞാൻ കാണിച്ചു. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നാണ് ചോദ്യം. രാമനമ്പി, തലക്കൽ ചന്തു, പഴശ്ശിരാജ, എടച്ചേന, കുങ്കൻ. ഓക്കെ, ഈ ചോദ്യവും ഒരു ബേസ് ചോദ്യമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം വളരെ ഡയറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് രാമനമ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ചോദ്യം വന്ന ഉറവിടം എവിടെ നിന്നാണ്? അത് SCERT ടെക്സ്റ്റ് ബുക്കിലെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും. കേട്ടോ, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്ന് പോയിന്റാണ്. അപ്പം പോയിന്റ് വളരെ സിമ്പിളാണെന്ന് കിട്ടുമെങ്കിലും ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അത്യന്താപേക്ഷിതമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ വരുന്ന പരീക്ഷകളിൽ മറ്റു പോയിന്റുകൾ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും? നേടിയെടുക്കാൻ പറ്റും. നോക്കിയേ, ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്രവർഗ കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. ഏതാ ജില്ല? വയനാട് ജില്ലയാണ്. വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയാണ് കുറിച്യരും കുറുമ്പരും, അല്ലേ? ഈ രണ്ടുപേരുമാണ് ഈ കലാപത്തിലുണ്ടായിരുന്നത്. 1812 നടന്ന കലാപത്തിന്റെ കാരണം എന്താ? ഒന്ന്, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അമിതമായിട്ടുള്ള നികുതി, അല്ലെ? ബ്രിട്ടീഷുകാരെ അമിത നികുതി ഈടാക്കി. നികുതി പണമായി അടയ്ക്കുവാൻ അവരെ നിർബന്ധിച്ചു. അതേപോലെ നികുതി അടയ്ക്കുവാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. ഇതൊന്നും ഈ കുറിച്യർക്കും കുറുമ്പർക്കും അത്ര ഇഷ്ടമായില്ല, അല്ലേ? ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട്. ഈ സമയത്തെ തലശ്ശേരിയുടെ സബ് കളക്ടർ ആയിരുന്ന TH ബേബർ, ഈ TH ബേബർ അന്ന് രേഖപ്പെടുത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യമായിട്ട് വരാം. 1 മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനേയും. ഒന്നുകൂടെ പറഞ്ഞേ, 1 മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനേയും എന്നാര് പറഞ്ഞു? TH ബേബർ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. താണ്ടെ കുറിച്യ നേതാവായിട്ടുള്ള രാമനമ്പിയാണ് എന്ത് ചെയ്തത്? ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ചോദ്യത്തെ ഉത്തരം കിട്ടിയോ? അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിരന്തരമായിട്ടുള്ള ചോദ്യം വരുന്നുണ്ട്. ഇത് 2024 പ്രിലിമിനറി എക്സാമിൻ്റെ ചോദ്യമാണ്. ഇതിങ്ങനെ മുന്നോട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് 2025 ഒക്കെ
നമുക്ക് കാണാൻ പറ്റും. അവിടെ ഓൾഡ് NCERT-യിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾഡ് SCERT-യിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്, അതേപോലെ തന്നെ ന്യൂ SCERT-യിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് അരച്ച് കലക്കി നിങ്ങൾ കുടിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യം കണ്ടേ, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ, കല്ലുമാല സമരത്തിന്റെ മറ്റൊരു പേരാണല്ലോ പെരിനാട് ലഹള, ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ഡിഗ്രി പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാ, ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വന്ന ചോദ്യം. ആരാണ് ഉത്തരം? അയ്യങ്കാളിയാണ് ഉത്തരം. ശരിയല്ലേ? ദാ കിടക്കുന്ന കണ്ടോ, നവകേരള സൃഷ്ടിക്കായി 7ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലെ നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ഹിസ്റ്ററി 8ാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസിന്റെ 8ാമത്തെ ചാപ്റ്റർ അവിടെ പറയുന്ന കണ്ടോ. ആദ്യം വില്ലുവണ്ടി യാത്രയെ പറ്റി പറയുന്നുണ്ട്, താഴെ കല്ലുമാല സമരം. നോക്കിയേ, കല്ലുമാല സമരം. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയുവാൻ ആരാ? അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? കല്ലുമാലകൾ 4-5 അടി ഉയരത്തിൽ എന്ത് ചെയ്തു? കുമിഞ്ഞുകൂടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കല്ലുമാല സമരം അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു ചരിത്രയാത്രയെ പറ്റി പറയുന്നുണ്ട്, വില്ലുവണ്ടി സമരം അല്ലേ. 1893 വേങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടി യാത്ര ചെയ്ത അയ്യങ്കാളിയെ കുറിച്ച് പറയുന്നുണ്ട്. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തിയത്. സ്ഥിരം ചോദ്യമാണ്, 1893 എന്ത് നടത്തുക? വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി നടത്തുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കിയേ, തിരുവിതാംകൂറിൽ അയ്യങ്കാളി എന്ത് ചെയ്തു? അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരപ്രക്ഷോഭങ്ങളുടെ ആരംഭം തീ കൊളുത്തിയതാരാണ്? അത് അയ്യങ്കാളിയാണെന്ന് പറയുന്നുണ്ട്. അയ്യങ്കാളിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കണ്ടോ. അദ്ദേഹം 1904 അധസ്ഥിതർക്കുമായിട്ട് ഒരു വിദ്യാലയം ആരംഭിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് പറ്റും. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സേയിങ് ഉണ്ട്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ടോ? അയ്യങ്കാളി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞതാരാ? അതും അയ്യങ്കാളിയാണ്. വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണല്ലേ. തിരുവനന്തപുരം ജില്ലയിലെ വേങ്ങാനൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇതെല്ലാം SCERT-യിലുണ്ട്. സാമൂഹിക പരിഷ്കർത്താവ് അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് സാധു ജനപരിപാലന സംഘം. 1907 പഠിച്ചിട്ടില്ലടാ. 1907 സാധുജന പരിപാലന സംഘം അദ്ദേഹത്തിൻ്റെതാണ്. വളരെ രസകരമായിട്ട് നമുക്ക് ഇങ്ങനെ SCERT-യിലൂടെ ഫാക്ട് ഫൈൻഡ് ചെയ്ത് പോകാൻ പറ്റും. നമ്മുടെ ആദ്യ സീരീസ് ആണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം? ഇത് മുന്നോട്ട് പോകണോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്തേക്കണം എന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഡിഗ്രി ലെവൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കണം, ആഴത്തിലേക്ക് ഇറങ്ങി നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഞാൻ അടുത്ത് നോക്കിയേ, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? ഞാൻ 2 വാക്കുകൾ പറഞ്ഞു, 2 വാക്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. TH ബേബർ പറഞ്ഞ കാര്യവും അതേപോലെ തന്നെ നമ്മുടെ അയ്യങ്കാളിയുടെ വാക്യവും പറഞ്ഞു. അതേപോലെ മറ്റൊരാൾ പറഞ്ഞ കാര്യം ആ ചോദ്യം. അപ്പം ബാക്കിയുള്ളതുമൊക്കെ എന്ത് ചെയ്തേക്കാം? ചോദ്യമായിട്ട് വന്നേക്കാം. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചെങ്ങലയിലാണെന്ന് പറഞ്ഞതാരാണ് മക്കളെ? 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് കിടക്കുന്ന കണ്ടോ. അതിൽ വോൾട്ടയർ ഉണ്ട്, റൂസോയുണ്ട്, മൊണ്ടസ്ക്യൂ ഉണ്ട്. അതിൽ റൂസോ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയും, സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവന സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം വ്യക്തമാക്കി. ആരാ പറഞ്ഞേ? റൂസോ പറഞ്ഞു, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, എങ്ങും പോകണ്ട. എവിടെയുണ്ട്? SCERT-യിലുണ്ട്. മോളിൽ കിടക്കുന്ന കണ്ടോ, സോറി അത് കഴിഞ്ഞിട്ട് കണ്ടോ, ജനങ്ങളാണ് പരമാധികാരികൾ, റൂസോ പറഞ്ഞതാ. മൊണ്ടസ്ക്യൂ നോക്കിയേ, പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചതാരാണ്? മൊണ്ടസ്ക്യൂ ആണ്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം ചോദ്യമല്ലേടാ, PYQ അല്ലേ? എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത PYQ കിടപ്പുണ്ട്. വോൾട്ടയറിന്റെ കാര്യമാണ് പറഞ്ഞത്, മൊണ്ടസ്ക്യൂ അല്ല, വോൾട്ടയറിന്റെ കാര്യമാണ് പറഞ്ഞത്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം വോൾട്ടയർ ആണ്. ഇനി മൊണ്ടസ്ക്യൂയിലേക്ക് വന്നാൽ ജനാധിപത്യത്തിന്റെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചതാരാണ്? അത് മൊണ്ടസ്ക്യൂ ആണ്. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിച്ചതാരാണ്? അതും മൊണ്ടസ്ക്യൂ ആണ്. പഠിച്ചു വെച്ചോണേ. പക്ഷേ നിങ്ങൾ ഉത്തരങ്ങൾ തപ്പി എങ്ങും പോവേണ്ട, SCERT-യിൽ കിടപ്പുണ്ട്. അതിൽ തന്നെ ഞാൻ പറയുന്ന മക്കളെ, +1-ൻ്റെയും +2-ലെയും 10ാം ക്ലാസ്സിലെയും
ഇഷ്ടം പോലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യും കയറി വരും. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്തോണം, പഠിച്ചോണം. മറ്റൊരു ചോദ്യം കണ്ടോ കിടക്കുന്നത്, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തതാ ചോദ്യം. സ്പാനിഷ്, ഫ്രഞ്ച്, അറബിക്, പോർച്ചുഗീസ്. മക്കളെ ഇതിൻ്റെ ഉത്തരം കണ്ടോ, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. എന്താ കിടക്കുന്നേ, ഈ ടാഗൊക്കെ നോക്കിയോ, പീസ്, ഡിഗ്നിറ്റി ആൻഡ് ഇക്വാലിറ്റി ഓൺ ദ ഹെൽത്തി പ്ലാനറ്റ് എന്ന് കിടക്കുന്നുണ്ടോ. ദെൻ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ പറ്റി അവർ പറഞ്ഞിരിക്കുന്നു. there are 6 official languages of the UN. എത്ര ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്? 6 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്. ഏതൊക്കെയാ? അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ദെൻ റഷ്യൻ, സ്പാനിഷ്. ഈ 6 ലാംഗ്വേജുകളാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇനിയും ഇവിടെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ പോർച്ചുഗീസ് ആണ് എന്താണ് ഭാഷയല്ലാതെ വരിക. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഒഴിച്ചുകൂടാനാവാത്തത് ഏതൊക്കെയാണ്? അത് ഒന്ന് SCERT ആണെന്ന് നിങ്ങളിപ്പോൾ കണ്ടു. ഇനി അടുത്ത തവണ കുറേ ക്വസ്റ്റ്യൻസ് വരും, അവിടെ ഞാൻ കുറച്ച് NCERT ഭാഗങ്ങൾ കാണിച്ചു തരും. അവിടെയും ചോദ്യങ്ങൾ കയറി വരാം. ഏറ്റവും കൂടുതൽ വരുന്നത് +1, +2, അതേപോലെ തന്നെ SSLC ആണെങ്കിലും താഴോട്ടുള്ള SCERTയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്, നമ്മളത് കണ്ടതാണ്. ഇത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന വെബ്സൈറ്റ് മക്കളെ നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോ, അവിടെ നിന്ന് ചോദ്യങ്ങൾ കയറി വരും. അതേപോലെ തന്നെ വളരെ 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 പ്രധാനപ്പെട്ടതാണ് മറ്റ് വെബ്സൈറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗവൺമെൻറ് വെബ്സൈറ്റുകളിൽ നിന്ന് ചോദ്യങ്ങൾ കയറി വരുന്നൊരു പ്രവണത കാണുന്നു. ഇതാണ് നമുക്ക് ഈ ഒരു ഫൈൻഡിങ്ങിലൂടെ അല്ലെങ്കിൽ ഇത്രയും ചോദ്യങ്ങൾ ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാക്കി ചോദ്യങ്ങൾ ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിന്ന് കാണിച്ചു തരാം. ഒരു ചോദ്യം കൂടി ഞാൻ എക്കണോമിക്സിൽ നിന്നുള്ള ഒരു ചോദ്യം കൂടി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് എക്കണോമിക്സിൽ നിന്നുള്ള ചോദ്യമാണ്. നോക്കിയേ, ഫാക്ടർ ചിലവിൽ GDP ഇതിന് തുല്യമാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നമുക്ക് NCERTയുടെ +2 രണ്ടാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിൻ്റെ അവസാനം ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യവും ഈ ടേബിളും കൂടെ നോക്കിയേ. ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. നോക്കിയടാ, GDP ഫാക്ടർ കോസ്റ്റ് കിടക്കുന്നത് കണ്ടോ, GDP ഫാക്ടർ കോസ്റ്റ്. ഇനി നോക്കിക്കോണേ, ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? GDP ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു GDP മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നോക്കിയേ, വിപണി വിലയിൽ GDP മാർക്കറ്റ് പ്രൈസ് മൈനസ് അറ്റപരോക്ഷ നികുതി നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് NIT അതിൻ്റെ മലയാളത്തിലുള്ളതിനകത്ത് കറക്റ്റ് ആയിട്ടുണ്ട്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഉത്തരമേതാ? ഓപ്ഷൻ എ അല്ലേ. വിപണി വിലയിൽ GDP മൈനസ് അറ്റപരോക്ഷ നികുതിയാണ് ഫാക്ടർ ചെലവിൽ GDP എന്ന് പറയുന്നത്. കിടക്കുന്നുണ്ടോ? NCERTയിൽ ഡയറക്റ്റ് ആയിട്ട് കിടക്കുക. സാധാരണഗതിയിൽ ഈ നാഷണൽ ഇൻകം ഭയങ്കര പ്രയാസമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ ഇവിടെ കിടപ്പുണ്ട്, ഡയറക്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. GDP മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ അവിടെ കിടപ്പുണ്ട്. ഇങ്ങനെ ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ പഠിച്ചാൽ സുഖമായി സുന്ദരമായി ഒരു മാർക്ക് കിട്ടത്തില്ലേ? എത്രയോ പേര് നെഗറ്റീവ് അടിച്ച അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത ചോദ്യമായിരിക്കും ഇത്. അപ്പോൾ ഇതും NCERTയിൽ ഉണ്ട് എന്ന് കാണാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, സോഴ്സസ് നിങ്ങളിലേക്ക് എത്തിയാൽ പഠിച്ചെടുത്ത് മാർക്ക് വാങ്ങിക്കാനായിട്ട് എത്ര രസകരമായിരിക്കുമെന്ന് നിങ്ങൾ ഓർത്ത് നോക്കി മക്കളെ. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സീരീസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഓക്കെ ആണോ, സെറ്റാണോ? നമുക്ക് മുന്നോട്ട് മറ്റൊരു പാർട്ടുമായിട്ട് കാണാം. അതിന് മുൻപ് മക്കളെ, ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് ഇന്നുകൂടി മാത്രം എന്തുണ്ട്, ഒരു ഓഫറുണ്ട് കേട്ടോ. ഒരു ഓഫറുണ്ട്. 20% നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ചുകളിലേക്ക്, ഏത് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിലും 20% ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് 4,999 രൂപയാണ് ഈ ബാച്ചിൻ്റെ ഫീസ് വരിക. ഈ 4,999-ന് 20% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ബാക്കി അടച്ചാൽ മതി കേട്ടോ. ഏതാണ്ട് 1000 രൂപയോളം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. 3,999 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. 250 സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം വിളിക്കുക. ഇന്നുകൂടി മാത്രമേ ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രീഡം 20 എന്ന് പറയുന്നൊരു കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതായത് സ്പേസ് ഇല്ലാതെ ഫ്രീഡം 20 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് വിളിക്കാനും പറ്റും. 8281223366. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. സീരീസിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റ് സെഷനുകളുമായിട്ട് വരും. അതുവരേക്കും താങ്ക് യു സോ മച്ച്.